അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നിനക്കിവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടാനാണല്ലോ മോളെ യോഗം. നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, പോയി റെസ്റ്റ് ചെയ്യ്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അമ്മേ. അമ്മയുടെ അസുഖം ഇനി വേഗം മാറും. കഞ്ഞി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കഴിക്കാറാകുമ്പോ പറഞ്ഞാ മതി. പപ്പടം കൂടി കാച്ചാ. മോക്ക് കഴിക്കാൻ പുറത്തുനിന്നെങ്കിലും വാങ്ങിച്ചാ പോരെ? വേണ്ടച്ചാ, എനിക്കിവിടെ കഞ്ഞി തികയില്ലേ, എനിക്കത് മതി. ഈ വീട് തന്നെ ആവും അല്ലേ? ഇടവഴിയിലൂടെ കേറുമ്പോ വലതുവശത്തെ വീടെന്നല്ലേ മുരുകൻ പറഞ്ഞത്? ആ അതെ. അപ്പൊ ഇതായിരിക്കും. ആരും കാണുന്നില്ലല്ലോ. ആ ഇതാണ്. സാറേ, സാറേ, ഞങ്ങളെ മനസ്സിലായില്ലേ സാറേ? തുരുത്തിലെ ഓനാച്ചൻ. വരൂ വരൂ. മോളെ മഞ്ചാടി, തുരുത്തിലെ ഓനാച്ചനും ഭാര്യയും വന്നിരിക്കുന്നു. കേറുവാ. മോളെ, മോളെ, നിന്റെ അസുഖമൊക്കെ മാറിയോ? ഞങ്ങൾ ആശുപത്രി പോയിട്ടാ വരുന്നേ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ആന്റി. മുരുകനാ പറഞ്ഞത് മോളെ ആശുപത്രിയിലാന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോ മോള് ഡിസ്ചാർജ് ആയെന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ വന്നൊന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി കാണുമല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടി സാറേ. എന്നാലും മോളെ കണ്ടല്ല. അസുഖം മാറിയെന്നുകൂടി അറിഞ്ഞപ്പ ഒരാശ്വാസം. എനിക്ക് അസുഖം മാറിയപ്പോ അമ്മയ്ക്ക് വയ്യാതായി. വാ ആന്റി, അമ്മയുടെ അടുത്തേക്ക് പോ. വാ, അകത്തേക്ക് വാ. അമ്മേ, തുരുത്തിലുള്ള അങ്കിളും ആന്റിയാ. അറിയാം. ഇരിക്ക്. എന്തു പറ്റിയതാ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ശ്വാസം മുട്ടായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. നേരത്തെ ഉള്ളതാ, ചില സമയത്ത് കൂടും. ഇനി മോൻ തിരിച്ചു വന്നാലേ സമാധാനാവൂ. തുരുത്തിലുള്ളവരൊക്കെ എന്താ പറയുന്നേ? കായലിന്റെയും കടലിന്റെയും ഒക്കെ രീതികൾ അറിയുന്നവരല്ലേ നിങ്ങള്? എന്റെ മോനെ വെള്ളം കൊണ്ടുപോയത് തന്നെയാണോ? രജനി, മനസ്സൊന്നും കൊടുക്കരുത്. ശ്വാസം കിട്ടാതാവും നിനക്ക്. ഇങ്ങനെ വിഷമിക്കല്ലേ ചേച്ചി. കരക്കാരുടെ കണക്കൂട്ടലില് മോൻ വെള്ളത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യത കുറവാണെന്നാ അവര് പറയുന്നത്. അതെ, വെള്ളം കൊണ്ടുപോയതാണെങ്കിൽ തിരിച്ചു തരേണ്ട സമയം കഴിഞ്ഞു. ജീവൻ എവിടെയോ കര പറ്റിയിട്ടുണ്ട്. അവൻ തിരിച്ചു വരുന്നു തന്നെയാ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ജീവൻ തിരിച്ചു വരുമെന്ന് തന്നെ അമ്മ എന്റെ മനസ്സും പറയുന്നത്. ആ ശ്യാമമോളെ, കരയല്ലേ? നമുക്കിപ്പൊ ടാറ്റ പോവാലോ. ഓ, കരയല്ലേ കേട്ടോ. മോളെ ഒരിക്കൽ കഴിഞ്ഞില്ലേ? അവൾക്കുള്ള ഫീഡിംഗ് ബോട്ടിൽ കൂടി വേണമെങ്കിൽ എടുത്തോ. ഹോസ്പിറ്റലിൽ ചെന്ന് കുഞ്ഞ് വിശന്ന് കരഞ്ഞാലോ. അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയാ മതി, ഞാൻ വരുന്നില്ലെന്ന്. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് സോനി ശ്യാമം പ്രത്യേകം പറഞ്ഞതാ. ഓ, എങ്കിൽ പിന്നെ ശ്യാം ഇങ്ങോട്ട് വന്ന് മോളെ നോക്കട്ടെ. മരുമോൻ എന്ന നിലയില് അവൻ കൂടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? അപ്പൊ പിന്നെ മരുമകളായ നീ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അമ്മായിയമ്മയെ ഒന്ന് കാണണ്ടേ? അല്ലെങ്കിൽ നാളെ സുശീൽ എന്ത് പറയും? അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ വായടക്കാനുള്ള ആയുധമായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നെ. അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇനി അവരെ പേടിക്കുന്നെ? അങ്ങനല്ല മോളെ, നമ്മൾ ചെയ്യേണ്ട മര്യാദയും കടമയൊക്കെ നമ്മൾ ചെയ്യണം. അതിലൊന്നും വേറെ ആർക്കും ഒരു പരാതി ഉണ്ടാവരുത്. എന്നിട്ടും സുശീല നിനക്കെതിരെ തിരിഞ്ഞാലേ അവൾക്കെതിരെയുള്ള ആയുധം നമ്മൾ പ്രയോഗിക്കൂ.
അല്ലാതെ സുശീലയെ അടക്കി നിർത്താനൊന്നും നമ്മളാളല്ലല്ലോ. ഓ കരയില്ലേ? ചേട്ടാ ഒരു മിനിറ്റ്, ആളിപ്പോ വരും. വാ മോളെ. അമ്മേ അമ്മേ, കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. മോളിങ് വാ. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. എന്തു പറ്റി മോളെ? സുധേട്ട മോളെ ഒന്ന് പിടിക്കേ. വാ മോളെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്താ മോളെ? എന്തു പറ്റി മോളെ? എന്താ എന്താ പ്രതിഭേ, എന്തു പറ്റിയതാ? എന്താ? ഒന്നുമില്ല സത്യേട്ടാ, പെട്ടെന്നൊരു തലകറക്കം പോലെ. കുറച്ച് വെള്ളം തരുമോ? ഇപ്പൊ എടുക്കാം. പെട്ടെന്ന് എന്താ മോളെ ഇങ്ങനെ? വേഗം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല സുധേട്ട. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചില ക്ഷീണവും വയ്യായികയും ഒക്കെ കാണും. അത് നല്ല ലക്ഷണം. പ്രതിഭ വെള്ളം കുടിക്കാം. ഓ ഓ ഓ മതി സത്യേട്ടാ, എനിക്ക് വേണ്ട, മതി. ആ ഇത് അത് തന്നെയാ. എന്ത്? നീ മോളെ ഒന്ന് പിടിച്ചേ. ഞാൻ ഇവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പേടിക്കാനൊന്നുമില്ല മോനെ, ചിലപ്പോ ഒരു സന്തോഷ വാർത്തയായിരിക്കും. മിക്കവാറും അത് തന്നെ അവനാ സാധ്യത. അതെ, സത്യനും ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വാ. നമുക്ക് അവിടെ നിന്നൊരു ചെക്കപ്പ് നടത്തി നോക്കാം. ദേ, നീയൊരു അച്ഛനാവാൻ പോകുന്നതിന്റെ ലക്ഷണമാണെന്ന് അവള് പറയുന്നേ. അതെ മോനെ സത്യ, ഓട്ടോറിക്ഷയിലൊന്നും പോവണ്ട. നമുക്ക് 4 പേർക്കും കൂടി പോവാൻ നീ ഒരു ടാക്സി വിളിക്കും. അതൊന്നും വേണ്ട, അച്ഛനും അമ്മയും ഓട്ടോയിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വാ. ഞാനെന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല, ശ്യാമമോളെയും കൊണ്ടുപോകണ്ട. അപ്പൊ പിന്നെ ചെക്കപ്പ് നടത്തണ്ടേ? അത് ഇവിടെ വെച്ച് നടത്താം. സത്യേട്ടൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റ് വാങ്ങിച്ചാൽ മതി. അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാം. പ്രതിഭ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അങ്കിളും ആന്റിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. മോളെ പ്രതിഭ ഏൽപ്പിച്ചിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്കും പോയിക്കോളാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അതെ, ഞങ്ങൾ തിരിച്ചു വരുമ്പോ കുറച്ച് സീറ്റ്സും വാങ്ങിച്ചിട്ട് വരാം.